തിരുവനന്തപുരം നഗരസഭാ പരിധി അല്ല. ഇന്നലെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് കേട്ട് ഈ തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്ന്. എന്താ സാറേ മുരളീധരൻ സാറേ, ഞങ്ങൾ തിരുവനന്തപുരക്കാർ മാത്രം വിജയിച്ചാൽ മതിയോ? അല്ല, അവർ മാത്രം ജീവിച്ചാൽ മതിയോ? തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോഴങ്ങ് ഫേമസ് ആവുക. ഇത് കണ്ടോ, ഈ സ്ഥലമെന്ന് പറയുമ്പം കുമരഞ്ചിറ ദേവീക്ഷേത്രം, അതായത് ശൂരനാട് കിടങ്ങയം 13-ാം വാർഡാണ്. ഇവിടെ തൊഴിലുറപ്പുകാർ ഈ വീടുകൾ വൃത്തിയാക്കാൻ മാത്രമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പണം വാങ്ങിച്ചു പഞ്ചായത്ത് തലത്തിലുള്ളവർ നമ്മുടെ വീടിൻ്റെ ഈ വലിയ വലിയ വീടുകളുടെ അയ്യം വൃത്തിയാക്കൽ, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഇവിടുത്തെ വാർഡ് മെമ്പറോട് ചോദിച്ച്, അന്നേരം അവർ പറഞ്ഞു ഉടനെ ശരിയാവുമെന്ന്. എൻ്റെ മുരളീധരൻ സാറേ, മറ്റുള്ളയിടത്തും ഈ തിരുവനന്തപുരത്തിനെക്കാട്ടി കഷ്ടത്തിലാണ്. അപ്പം ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ ഈ വെള്ളം? ഇത് കനാല് വഴി വരുന്ന വെള്ളമാണ്. ഇവിടെ ഈ വെള്ളക്ഷാമം ഉള്ളപ്പോൾ ഈ കനാലിൽ നിന്ന് വെള്ളം തുറന്നു വിടാറുണ്ട്. ഇത് പോയി നമ്മുടെ ഈ എന്താ ഒരു കണ്ടമുണ്ട്, കണ്ടത്തിൻ്റെ ഭാഗത്താണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ ആ വീടുകളുടെ, ഈ കാണുന്ന വീടുകളിലെല്ലാം കിണറുകളിൽ ഈ വെള്ളത്തിൻ്റെ ഊറ്റിറങ്ങാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ളവരാണ്. ഈ നഗരസഭയെ മാത്രമുള്ള VIP മാത്രം ജീവിച്ചാൽ മതിയെന്നുള്ള തിരുവനന്തപുരത്തെ നേതാക്കന്മാരുടെ, അതായത് നമ്മൾ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇവിടെ ഉള്ളവരും മനുഷ്യരാണ് സാറേ. കൊഴുതുവിൻ്റെ ശല്യം ഒരു വഴിക്ക്. അതാണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള ഓടയാണിത്. ഇത് വൃത്തിയാക്കിയിട്ട് വർഷങ്ങളായി. ഇവിടെ ജയിക്കുന്നതെല്ലാം UDFൻ്റെ പ്രതിനിധികളാണ്, അല്ലാതെ വേറെ ആരുമല്ല ഈ വാർഡിൽ. അപ്പോൾ ഈ വെള്ളമെല്ലാം ഒഴുകി ചെല്ലുന്നത് ഇതിൻ്റെ അയലത്ത് കിടക്കുന്ന കിണറ്റിലേക്കുള്ള ഊറ്റിറങ്ങുകയാണ്. ஆனால் ഇത് ഏത് വാർഡാണ്? കിടങ്ങയം 13-ാം വാർഡോ? ശൂരനാട് പഞ്ചായത്തല്ലയോ? ശൂരനാട് പഞ്ചായത്ത് 13-ാം വാർഡാണ്. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള ഓടകൾ, തോടുകൾ ഇതൊക്കെ വൃത്തിയാക്കണമെന്നാണ് പത്രക്കാരോട് പറയുന്ന കേട്ട്. അല്ലെങ്കിൽ ഭയങ്കര രോഗങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ്. ഈ തിരുവനന്തപുരത്ത് മാത്രം തെരുവുനായ ശല്യം, മറ്റ് പ്രദേശങ്ങളിലൊന്നും തെരുവുനായ ശല്യം ഇല്ലെന്നുള്ള ആ ഒരു സമീപനമുണ്ട്.